ടോപ്പ് ട്യൂഷന്റെ ബയോളജി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 6 ക്ലാസിഫിക്കേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: ഡു ആർക്കെ ബാക്ടീരിയ ബിലോങ് ടു ദ കിങ്ഡം മൊണേറ? ആർക്കെ ബാക്ടീരിയ വന്നിട്ട് കിങ്ഡം മൊണേറയിൽ ബിലോങ് ചെയ്തതാണോ? ആർക്കെ ബാക്ടീരിയ ആദ്യം വന്നിട്ട് കിങ്ഡം മൊണേറയിലാണ് ബിലോങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാൾവോസ് എന്ന സയന്റിസ്റ്റ് വന്നിട്ട് ഈ ആർക്കെ ബാക്ടീരിയകൾക്ക് മറ്റു ബാക്ടീരിയയിൽ നിന്നും മേജർ ഡിഫറൻസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അതായത് ഈ ആർക്കെ ബാക്ടീരിയയിൽ സെൽ വോൾസും സെൽ മെമ്പറൈൻസും അതുപോലെ ജെനറ്റിക് മെറ്റീരിയൽസ് ഒക്കെ മറ്റു ബാക്ടീരിയയിൽ നിന്നും ഡിഫറെൻ്റ് ആണെന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ഹയർ ലെവലായിട്ടുള്ള ഡൊമെയിൻ പറഞ്ഞ ഒരു ഗ്രൂപ്പ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുകയും ഈ ആർക്കെ ബാക്ടീരിയനെ ഡൊമെയിൻ ആർക്കിയ പറഞ്ഞ ആ ഒരു ഗ്രൂപ്പിനകത്ത് പ്ലേസ് ചെയ്യുകയും ചെയ്തു. മറ്റ് ബാക്ടീരിയസ് ഒക്കെ ഡൊമെയിൻ ബാക്ടീരിയ പറഞ്ഞൊരു ഗ്രൂപ്പിലാണ് പ്ലേസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഇനീഷ്യലി ആർക്കെ ബാക്ടീരിയ were part of kingdom Monera. However, scientist Calvos discovered major differences between them and other bacteria. He found their cell walls, cell membranes and genetic materials were very different. So he created a new higher level called domain and placed them in their domain archaea, separate from domain bacteria. Question: how can we understand that a newly discovered organism is not currently classified? പുതിയതായിട്ട് ഡിസ്കവർ ചെയ്തിട്ടുള്ള ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സയന്റിസ്റ്റ് വന്നിട്ട് ഒരു ഓർഗാനിസം കിട്ടിക്കഴിഞ്ഞാൽ അവയുടെ ഷേപ്പ്, ബോഡി സ്ട്രക്ചർ പോലത്തെ ക്യാരക്ടറിസ്റ്റിക്സ് അനലൈസ് ചെയ്യും. എന്നിട്ട് ഇത് മറ്റു നോൺ ആയിട്ടുള്ള സ്പീഷീസുമായിട്ട് കമ്പയർ ചെയ്യും. അവരുടെ സ്പീച്ചേഴ്സുമായിട്ട് കമ്പയർ ചെയ്യും. ഇപ്പോൾ മെയിനായിട്ട് കമ്പയർ ചെയ്യുന്നത് ആ ഒരു ഓർഗാനിസത്തിൻ്റെ DNA ആണ്. ഇപ്പോൾ ഈ ഒരു DNA സീക്വൻസ് വന്നിട്ട് നേരത്തെ അറിയുന്ന സ്പീഷീസിൻ്റെ സീക്വൻസുമായിട്ട് ഡിഫറെൻ്റ് ആണെങ്കിൽ ഇതിനൊരു പുതിയ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ അൺക്ലാസിഫൈഡ് ഓർഗാനിസത്തിൽ അത് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Scientists first study the organism's physical characteristics like its shape and body structure. They then compare these features to all known and classified species. Most importantly, they analyze the organism's DNA. If its DNA sequence is significantly different from any known species, it is considered a new unclassified organism. Question: why none of the classification methods include virus? എന്തുകൊണ്ടാണ് ക്ലാസിഫിക്കേഷൻ മെത്തേഡ്സിൽ വൈറസിനെ ഇൻക്ലൂഡ് ചെയ്യാത്തത്? ഇപ്പോൾ വൈറസിനെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം അതിനെ ഒരു ഫുള്ളി ലിവിങ് ഓർഗാനിസം ആയിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. അതായത് ഈ ഒരു വൈറസിന് വന്നിട്ട് ഒരു സെല്ലുലാർ സ്ട്രക്ചറാണ് ഉള്ളത്. ഒരു പ്രോട്ടീൻ കോട്ടിനകത്തുള്ള ജെനറ്റിക് മെറ്റീരിയൽ ആണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ ഇതിന് സ്വയം റീപ്രൊഡ്യൂസ് ചെയ്യാനോ അതുപോലെ ഗ്രോ ചെയ്യാനോ കഴിയുകയില്ല. ഈ ഒരു വൈറസ് വന്നിട്ട് ഒരു ലിവിങ് ഹോസ്റ്റ് സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്താൽ മാത്രമാണ് അതിന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് വൈറസിനെ മറ്റു ക്ലാസിഫിക്കേഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Viruses are not included in the 6 kingdom classification because they are not considered fully living. They lack a cellular structure having only genetic material inside a protein coat. They cannot grow or reproduce on their own. They must infect a living host cell to multiply, making them very different from all other classified organisms. Question: who proposed the 3-domain classification? 3-domain classification ആരാണ് പ്രപ്പോസ് ചെയ്തത്? ഇപ്പോൾ 3-domain ക്ലാസിഫിക്കേഷൻ വന്നിട്ട് പ്രപ്പോസ് ചെയ്തത് കാൾവോസ് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. അപ്പോൾ ഇദ്ദേഹം ഇത് പ്രപ്പോസ് ചെയ്തത് 1990-ലാണ്. മൈക്രോ ഓർഗാനിസത്തിലുള്ള ജെനറ്റിക് മെറ്റീരിയൽസിൻ്റെ സ്റ്റഡീസിൻ്റെ ബേസിസിലാണ് ഇത് ക്ലാസിഫൈ ചെയ്തത്. ഈ ഒരു പുതിയ സിസ്റ്റം വന്നിട്ട് ഒരു കിങ്ഡത്തിൻ്റെ മേലെ ഒരു പുതിയ ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അതിൻ്റെ പേരാണ് ഡൊമെയിൻ എന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The 3-domain classification was proposed by a scientist named Calvos. He made this proposal in 1990. His classification was based on studies of the genetic material of organisms. This new system added a level of classification above the kingdom called the domain. Question: what are the 3 domains of life? 3 domains of life ഏതൊക്കെയാണ്? ഇപ്പോൾ 3 domains of life എന്ന് പറയുന്നത് ബാക്ടീരിയ, ആർക്കിയ ആൻഡ് യുക്കേരിയ ആണ്.
അപ്പോൾ ഡൊമൈൻ ബാക്ടീരിയനകത്ത് കോമൺ ആയിട്ടുള്ള പ്രൊക്കാരിയോട്ടിക് ബാക്ടീരിയസ് ആണ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്. അതേസമയം ഡൊമൈൻ ആർക്കിയനകത്ത് എക്സ്ട്രീം എൻവിറോൺമെന്റ്സിൽ ലിവ് ചെയ്യുന്ന പ്രൊക്കാരിയോട്സ് ആണ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഡൊമൈൻ യുക്കാരി ആണ്. അപ്പോൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പ്ലാന്റ്സ്, അനിമൽസ്, ഫംഗൈ, പ്രൊട്ടിസ്റ്റേ ഒക്കെയാണ്. അപ്പോൾ ഇവർക്ക് ഒരു ട്രൂ ന്യൂക്ലിയസ് ഉള്ള എല്ലാ ഓർഗാൻസും ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. The three domains of life are bacteria, archaea, and eukarya. Domain bacteria contains common prokaryotic bacteria. Domain archaea contains prokaryotes that often live in extreme environments. Domain eukarya includes all organisms with a true nucleus such as plants, animals, fungi, and protists. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: What is the main difference between domain bacteria and domain archaea? Domain archaeയും domain bacteriയയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? ഇപ്പോൾ ഡൊമൈൻ ആർക്കിയയും ഡൊമൈൻ ബാക്ടീരിയയും രണ്ടും പ്രൊക്കാരിയോട്സ് ആണ്. പ്രൊക്കാരിയോട്സ് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഇല്ലാത്തത്. അപ്പോൾ ഇവ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് അവരുടെ സെൽ വാൾ കോമ്പോസിഷൻ ആണ്. അതായത് ബാക്ടീരിയയുടെ സെൽ വാളിനകത്ത് പെപ്റ്റിഡോഗ്ലൈക്കാൻ പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് നമുക്ക് കാണാൻ കഴിയും. അതേസമയം ആർക്കിയയുടെ സെൽ വാൾസിനകത്ത് ഈ ഒരു സബ്സ്റ്റൻസ് കാണാൻ കഴിയില്ല. അപ്പം അതും ഇതിൻ്റെ സ്ട്രക്ചറും വന്നിട്ട് വളരെയധികം ഡിഫറെൻറ്റും ആണ്. അപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ബോത്ത് ആർ പ്രൊക്കാരിയോട്സ്, മീനിങ് ദ ലാക്ക് എ ന്യൂക്ലിയസ്. ദ മെയിൻ ഡിഫറൻസ് ഈസ് ഇൻ ദെയർ സെൽ വാൾ കോമ്പോസിഷൻ. ദ സെൽ വാൾസ് ഓഫ് ബാക്ടീരിയ കണ്ടെയ്ൻ എ സബ്സ്റ്റൻസ് കോൾഡ് പെപ്റ്റിഡോഗ്ലൈക്കാൻ. The cell walls of archaea lack peptidoglycan and have a different structure. Question: What are the key features of phylum Porifera? Phylum Poriferaയുടെ key features എന്തൊക്കെയാണ്? ഫൈലം പോറിഫെറയിൽ വരുന്ന മെമ്പേഴ്സ് വന്നിട്ട് സിമ്പിൾ അക്വാട്ടിക് അനിമൽസ് ആണ്. അതായത് അവർ പറയുന്നതാണ് സ്പോഞ്ചസ് എന്ന്. പിന്നെ അവരുടെ ബോഡീസ് വന്നിട്ട് ടൈനി പോസും ഹോൾസ് ഒക്കെ ഉണ്ട്, ഫുള്ളായിരിക്കും. പിന്നെ ഇവരുടെ ബോഡി ഓർഗനൈസേഷൻ പറയുന്നത് സെല്ലുലാർ ലെവലാണ്. അത് മാത്രമല്ല അവർ സെസൈലാണ്, അതായത് ഒരു പ്ലേസിൽ ഫിക്സഡ് ആയിരിക്കും അവർ. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. മെമ്പേഴ്സ് ഓഫ് ഫൈലം പോറിഫെറ ആർ സിമ്പിൾ അക്വാട്ടിക് അനിമൽസ് കോൾഡ് സ്പോഞ്ചസ്. Their bodies are full of tiny pores or holes. They have a cellular level of body organization. They are sessile, meaning they are fixed to one place like the seafloor. Question: What is the characteristics feature of phylum Cnidaria? Phylum Cnidariaയുടെ characteristics features എന്തൊക്കെയാണ്? ഇപ്പോൾ ഫൈലം നിഡാരിയയുടെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചർ പറയുന്നത് അവരുടെ സ്റ്റിങ്ങിങ് സെൽസ് ആണ്. ഇതിന് നിഡോബ്ലാസ്റ്റ് എന്നാണ് പറയുന്നത്. ഈ സെൽസ് വന്നിട്ട് ടെൻഡക്കിൾസിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റിങ്ങിങ് സെൽസ് യൂസ് ചെയ്തിട്ടാണ് അവർ പ്രേ ക്യാപ്ചർ ചെയ്യുന്നതും ഡിഫെൻസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ജെല്ലി ഫിഷ്, ഹൈഡ്ര എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിന് ആൻസർ ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. The most characteristic feature of Cnidaria is the presence of stinging cells called nidoblast. These cells are located on their tentacles. They use these stinging cells for defense and to capture prey. Examples include jellyfish, sea anemones, and hydra. Question: Give an example of an organism from phylum Platyhelminthes and phylum Nematoda. ഫൈലം പ്ലാറ്റിഹെൽമിന്റസിൽ നിന്നും ഫൈലം നെമാറ്റോഡയിൽ നിന്നും ഓരോ എക്സാമ്പിൾ സഹിതം എഴുതാം. ഇപ്പൊ ഫൈലം പ്ലാറ്റിഹെൽമിന്റസ് പറയുന്നത് ഫ്ലാറ്റ് വേംസ് ആണ് വരുന്നത്. അതിൽ വരുന്ന കോമൺ എക്സാമ്പിൾ പറയുന്നത് ടാപ്പ് വേം ആണ്. ഇതൊരു പാരസൈറ്റ് ആണ്. അതേസമയം ഫൈല നെമാറ്റോഡയിൽ വന്നിട്ട് റൗണ്ട് വേംസ് ആണ് വരുന്നത്. അതിനുള്ളൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹൂക്ക് വേം ആണ്. ഇപ്പൊ ഹൂക്ക് വേം വന്നിട്ട് ഹ്യൂമൻസിൽ കാണപ്പെടുന്ന പാരസൈറ്റ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Phylum Platyhelminthes consists of flatworms. A common example is the tapeworm, which is a parasite. Phylum Nematoda consists of roundworms. A common example is the hookworm, which can also be a parasite in humans. Question: What are the two main characteristics of Phylum Arthropoda? Phylum Arthropodയുടെ രണ്ട് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ആർത്രപ്പോഡ്സിന് വന്നിട്ട് എക്സോ സ്കെൽറ്റൻ ആണ് ഉള്ളത്. അതായത് പ്രൊട്ടക്ഷനും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന ഹാർഡ് ഔട്ടർ കവറിംഗ് ആണ് ഉള്ളത്. പിന്നെ ഇതിന് ജോയിന്റഡ് ലെഗ്സ് ആണ് വരുന്നത്. ഇതിൽ അനിമൽ കിങ്ഡത്തിൽ വരുന്ന ലാർജസ്റ്റ് ഫൈലം ആണ്.
ഫൈലം ആർത്രോപോഡ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻസെക്ട്സ്, സ്പൈഡേഴ്സ്, പ്രോൺസ്, ക്രാബ്സ് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Arthropods have an exoskeleton which is a hard outer covering that provides protection and support. They also have jointed legs or appendages. This is the largest phylum in the animal kingdom. Examples include insects, spiders, crabs, and prawns. Question: What is the key feature of phylum Annelida? Phylum Annelida key feature എന്താണ്? ഫൈലം അനിലിഡയുടെ കീ ഫീച്ചർ എന്ന് പറയുന്നത് അവരുടെ സെഗ്മെന്റഡ് ബോഡിയാണ്. അതായത് അവരുടെ ബോഡി വന്നിട്ട് റിംഗ് ലൈക്ക് സെഗ്മെന്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് അവർക്കൊരു റിംഗ്ഡ് അപ്പിയറൻസ് നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് earthworm ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The key feature of phylum Annelida is their segmented body. Their body is divided into a series of similar ring-like segments. This gives them a ringed appearance. The earthworm is a well-known example of an annelid. Question: Describe the body of organisms in phylum Mollusca. Phylum Molluscയിലുള്ള ഓർഗാനിസത്തിന്റെ ബോഡിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ഫൈലം മൊല്ലുസ്കയിലുള്ള ഓർഗാനിസത്തിന് സോഫ്റ്റ് ആയിട്ടുള്ള അൺസെഗ്മെന്റഡ് ബോഡിയാണ് ഉള്ളത്. അപ്പോൾ ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഹാർഡ് എക്സ്റ്റേണൽ ഷെല്ലാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾ വന്നിട്ട് സ്നെയിൽസ്, ഓയിസ്റ്റേഴ്സ് എന്നിവയൊക്കെയാണ്. പിന്നെ ഒക്ടോപ്പസും ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ പെടുന്നത്, പക്ഷെ അവർക്ക് എക്സ്റ്റേണൽ ഷെല്ല് ഇല്ല. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Organisms in phylum Mollusca have a soft unsegmented body. Many mollusca have a hard external shell made of calcium carbonate for protection. Examples include snails, clams, and oysters. Some, like the octopus, do not have an external shell. Question: What is the defining feature of phylum Chordata? Phylum Chordataയുടെ defining feature എന്താണ്? ഫൈലം കോർഡാറ്റയുടെ ഡിഫൈനിങ് ഫീച്ചർ എന്ന് പറയുന്നത് അതിന്റെ നോട്ടോകോഡിന്റെ പ്രസൻസ് ആണ്. ഇപ്പൊ നോട്ടോകോഡ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റോഡ് ഷേപ്പ് സ്ട്രക്ചർ ആണ്. ഇത് ഓർഗാനിസത്തിന് സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ വെർട്ടിബ്രേറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഈ നോട്ടോകോഡ് റീപ്ലേസ് ചെയ്തിട്ട് വെർട്ടിബ്രൽ കോളം ആണ് വരുന്നത്, അതായത് ബാക്ക് ബോൺ. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The defining feature of all chordates is the presence of a notochord. The notochord is a flexible rod-shaped structure that provides support. It is present at some stage during their life cycle. In vertebrates, this notochord is replaced by the vertebral column or backbone during development. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question: What is the main difference between chondric thighs and ostich thighs? കോൺട്രിക് തൈസിന്റെയും ഓസ്റ്റിക് തൈസിന്റെയും മെയിൻ ഡിഫറൻസ് എന്താണ്? ഇപ്പോൾ കോൺട്രിക് തൈസും ഓസ്റ്റിക് തൈസും ഫിഷിന്റെ ക്ലാസ് തന്നെയാണ്. പക്ഷെ കോൺട്രിക് തൈസിൽ വന്നിട്ട് കാർട്ടിലേജ് കൊണ്ടാണ് അവയുടെ സ്കെൽട്ടൺ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് അവയെ കാർട്ടിലേജിനിയസ് ഫിഷസ് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷാർക്ക്, റൈസ് എന്നിവയ്ക്കാണ്. പിന്നെ ഓസ്റ്റിക് തൈസിൽ വന്നിട്ട് അവരുടെ ബോൺ കൊണ്ടാണ് സ്കെൽട്ടൺ ഉണ്ടാക്കിയിരിക്കുന്നത്. അവർക്ക് ബോണി ഫിഷസ് ആണ്. പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റോഹു, മെക്രേല്, മറ്റ് കോമൺ ആയിട്ടുള്ള ഫിഷസ് ഒക്കെയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ബോത്ത് ആർ ക്ലാസസ് ഓഫ് ഫിഷ്. കോൺട്രിക്ടൈസ് ആർ കാർട്ടിലേജിനസ് ഫിഷസ്, മീനിങ് their skeleton is made of cartilage. Examples include sharks and rays. Ostiches are bony fishes, meaning their skeleton is made of bone. Examples include rohu, mackerel, and most common fishes. Question: What are the characteristics of class Amphibia? Amphibia classന്റെ characteristics എന്താണ്? ആംഫിബിയൻസ് വന്നിട്ട് വാട്ടറിലും ലാൻഡിലും ജീവിക്കുന്ന ഓർഗാനിസം ആണ്. അപ്പൊ ഇവരുടെ ശരീരം പറയുന്നത് മോയിസ്റ്റ് ആണ്. അതുപോലെ സ്കെയിൽസ് ഒന്നും ഇല്ല, അത്ര സ്ലിമ്മി സ്കിന്നാണ് ഇവർക്ക് വരുന്നത്. അപ്പൊ ഇവർ വന്നിട്ട് വാട്ടറിൽ എഗ് ലേ ചെയ്യുന്നു. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഫ്രോഗ്സ്, ടോഡ്സ്, സാലമൻഡേഴ്സ് എന്നിവയൊക്കെയാണ്. അപ്പൊ ഇതിന് ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. Amphibians can live both on land and in water. They have moist, slimy skin without scales. They lay their eggs in water. Examples include frogs, toads, and salamanders. Question: What are the key features of class Reptilia? Class Reptilia'യുടെ key features എന്തൊക്കെയാണ്? ഇപ്പോൾ റെപ്റ്റൈൽസിന് വന്നിട്ട് സ്കെയിലോട് കൂടിയിട്ടുള്ള ഡ്രൈ സ്കിൻ ആണുള്ളത്.
ലങ്സ് കൊണ്ടാണ് ഇവർ ബ്രീത്ത് ചെയ്യുന്നത്. പിന്നെ ലാൻഡിൽ വന്നിട്ട് ഒരു ലെതറി ഷെല്ലോട് കൂടിയാണ് അവർ എഗ്സ് ലേ ചെയ്യുന്നത്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ലിസാർഡ്സ്, സ്നേക്സ്, ടർട്ടിൽസ്, ക്രൊക്കഡൈൽസ് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. Reptiles have dry skin covered with scales. They breathe using lungs. Most reptiles lay eggs with a leathery shell on land. Examples include lizards, snakes, turtles, and crocodiles. Question: what are the defined characteristics of class apes? Class apes ന്റെ characteristics എന്താണ്? ഇപ്പൊ apes പറയുന്നത് ബേർഡ്സിന്റെ ക്ലാസ് ആണ്. അപ്പോൾ അവരുടെ ബോഡി വന്നിട്ട് ഫെദറും കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ അവരുടെ 4 limbs വന്നിട്ട് വിങ്സുമായിട്ടാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് അവർ പറക്കുന്നത്. പിന്നെ അവർ വന്നിട്ട് വാം ബ്ലഡഡ് ആണ്. അവരുടെ ഹാർട്ട് വന്നിട്ട് 4 chambered ആണ്. പിന്നെ അവർ ഷെല്ലോട് കൂടിയിട്ടുള്ള എഗ്സ് ആണ് ലേ ചെയ്യുന്നത്. അപ്പോൾ ഷെല്ല് പറയുന്നത് ഹാർഡ് ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Apes is the class of birds. Their body is covered with feathers and their forelimbs are modified into wings for flight. They are warm-blooded and have a 4-chambered heart. They lay hard-shelled eggs. Question: what are the 2 main features of class Mammalia? Class Mammalia 2 features ഏതൊക്കെയാണ്? ഇപ്പോൾ മാമൽസിന് വന്നിട്ട് അവരുടെ ബോഡിയിൽ ഹെയറും ഫറൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഫീമെയിൽ മാമൽസിന് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാമറി ഗ്ലാൻസ് ഉണ്ടാവും. പിന്നെ ഇവർ വാം ബ്ലഡഡ് ആണ്. അവർ 4 chambered ഹാർട്ട് ആണ് മാമൽസിനുള്ളത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എലിഫൻസ്, ഹ്യൂമൻസ്, ടൈഗേഴ്സ്, ഡോൾഫിൻസ് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. മാമൽസ് ഹാവ് ഹെയർ ഓർ ഫർ ഓൺ ദെയർ ബോഡീസ്. Female mammals have mammary glands that produce milk to feed their young. They are warm-blooded and have a 4-chambered heart. Humans, tigers, elephants, and dolphins are all mammals. Question: what is the main characteristics of division Bryophyta? Bryophyta divisionന്റെ main characteristics എന്താണ്? Bryophytes പറയുന്നത് സിമ്പിൾ ലാൻഡ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിനെ പ്ലാന്റ് കിങ്ഡത്തിലുള്ള ആംഫിബിയൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവർക്ക് വാസ്കുലർ ടിഷ്യൂസ് ഇല്ല, അതായത് സൈലും ഫ്ലോയും ഒന്നും നമുക്ക് കാണാൻ കഴിയുകയില്ല. അപ്പോൾ ഈ ബ്രയോഫൈറ്റ്സ് വന്നിട്ട് മോയിസ്റ്റും ഷെയ്ഡിയും ആയിട്ടുള്ള പ്ലേസസിലായിരിക്കും നമുക്ക് മെയിനായിട്ട് കാണാൻ കഴിയുക. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ മോസസ്, ലിവർ വേർഡ്സ് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Bryophytes are simple land plants often called the amphibians of the plant kingdom. They lack true vascular tissues, that is xylem and phloem. They are typically found in moist, shady places. Examples include mosses, that is Funaria, and liverworts, that is Riccia. Question: what is a key advancement seen in division Pteridophyta? Pteridophyta divisionൽ കാണപ്പെടുന്ന key advancement എന്താണ്? Pteridophytes എന്ന് പറയുന്നത് വാസ്കുലർ ടിഷ്യൂ ഉള്ള ആദ്യത്തെ ടെറസ്ട്രിയൽ പ്ലാന്റ്സുകളാണ്. അപ്പോൾ ഈ ടിഷ്യൂസ് വന്നിട്ട് പ്ലാന്റ്സ് മുഴുവനും വാട്ടറും ഫുഡും ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് സ്പോർസ് വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, മറ്റുള്ളവ പോലെ സീഡ്സ് വഴി ആയിരിക്കില്ല. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Pteridophytes, like ferns, are the first terrestrial plants to have vascular tissues. These tissues, that is xylem and phloem, help transport water and food throughout the plant. This allows them to grow larger and live in a wider range of habitats than bryophytes. They reproduce by spores, not seeds. Question: what is the meaning of gymnosperm? Gymnospermന്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ജിംനോസ്പേം എന്ന വേർഡിന്റെ മീനിങ് വന്നിട്ട് നേക്കഡ് സീഡ് എന്നാണ്. കാരണം ഈ പ്ലാന്റ്സിൽ വന്നിട്ട് ഫ്രൂട്ട്സിനകത്തായിരിക്കില്ല സീഡ്സ് കാണാൻ കഴിയുക, മറിച്ച് ആ ഒരു പ്ലാന്റ്സിന്റെ സ്കെയിൽസിന്റെ സർഫസ് അല്ലെങ്കിൽ ലീവ്സിന്റെ സർഫസിലൊക്കെ ആയിരിക്കും ഒരു കോൺ സ്ട്രക്ചറിൽ സീഡ്സ് കാണാൻ കഴിയാം. ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് പൈൻ ട്രീസ്, സൈക്കാഡ്സ് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The word gymnosperm means naked seed. This is because their seeds are not enclosed within a fruit. The seeds are typically found on the surface of scales or leaves, often in structures called cones. Pine trees and cycads are examples of gymnosperm. Subscribe to this channel for more videos like this. Question: what is the defining feature of division angiosperms? Angiosperm divisionന്റെ defining features എന്തൊക്കെയാണ്? ഇപ്പോൾ ആൻജിയോസ്പേംസ് പറയുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഫ്രൂട്ട്സിനകത്തായിരിക്കും സീഡ്സ് എൻക്ലോസ് ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഫ്ലവർ ആണ് ഇവരുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എർത്തിൽ
പ്ലാന്റ്സ് ഗ്രൂപ്പിൽ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹിബിസ്കസ് മുതൽ കോക്കനട്ട് ട്രീസ് വരെയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Angiosperms are flowering plants. Their most defining feature is that their seeds are enclosed within a fruit. The flower is their reproductive structure. This is the largest and most diverse group of plants on earth, including everything from hibiscus to coconut trees. Question: What is an evolutionary tree? Evolutionary tree പറഞ്ഞാൽ എന്ത്? ഡിഫറെന്റ് ഓർഗാനിസത്തിന്റെ റിലേഷൻഷിപ്പ് ഇലിസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് എവല്യൂഷണറി ട്രീ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഓരോ സ്പീഷീസും അവരുടെ കോമൺ ആൻസിസ്റ്റേഴ്സുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഷോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ട്രീന്റെ ബേസിൽ വന്നിട്ട് കോമൺ ആൻസിസ്റ്ററിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. An evolutionary tree is a diagram that illustrates the evolutionary relationships between different organisms. It shows how species are related through common ancestors. The base of the tree represents a common ancestor. The branches show where lineages diverged or split to form new species over time. Question: What is DNA barcoding? DNA barcoding പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ DNA ബാർകോഡിംഗ് എന്ന് പറയുന്നത് സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മോഡേൺ മെത്തേഡാണ്. അപ്പോൾ ഇതിനകത്ത് ഓരോ സ്പീഷീസിൻ്റെയും യൂണീക്ക് ഐഡന്റിഫയർ ആയിട്ടുള്ള DNA ആണ് യൂസ് ചെയ്യുന്നത്. ഈ DNA സീക്വൻസ് വന്നിട്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ബാർകോഡ് കാണുന്ന പോലത്തെ സീക്വൻസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു DNA സീക്വൻസ് യൂസ് ചെയ്തിട്ട് സയൻറ്റിസ്റ്റ് വന്നിട്ട് ഒരു ഓർഗാനിസം ഏത് ഗ്രൂപ്പിലാണ് പെടുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. DNA barcoding is a modern method for identifying species. It uses a short, standardized region of DNA as a unique identifier for a species. This DNA sequence works like a product's barcode in supermarket. By comparing this sequence to a large database, scientists can quickly identify an organism. Question: How many chambers are there in the heart of a fish, amphibian, and mammal? ഫിഷിൻ്റെയും ആംഫിബിയൻ്റെയും മാമൽസിൻ്റെയൊക്കെ എത്ര ചേമ്പേഴ്സ് ആണ് ഹാർട്ടിൽ ഉള്ളതെന്ന് പറയണം. ഇപ്പോൾ ഒരു ഫിഷ് എടുക്കുകയാണെങ്കിൽ അതിന് 2 ചേമ്പേർഡ് ഹാർട്ടാണ് വരുന്നത്. ഒരു ആംഫിബിയന് 3 ചേമ്പേർഡ് ഹാർട്ടും ഒരു മാമലിന് 4 ചേമ്പേർഡ് ഹാർട്ടാണ് വരുന്നത്. അപ്പോൾ ഇതെന്താ ഷോ ചെയ്യുന്നത് വെച്ചാൽ ഓരോ എവല്യൂഷൻ കഴിയും തോറും നമ്മുടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സർക്കുലർ സിസ്റ്റത്തിൻ്റെ പ്രോഗ്രഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. A fish has a 2-chambered heart. An amphibian typically has a 3-chambered heart. A mammal has a 4-chambered heart. This shows an evolutionary progression towards a more efficient circulatory system. Next നമ്മൾ പഠിക്കാൻ പോകുന്നത് one word questions അല്ലെങ്കിൽ fill in the type questions-കളാണ്. Question: The scientist who proposed the 3-domain system of classification is dash. Answer: Carlos. Question: The highest level in the modern classification hierarchy is the dash. Answer: Domain. Next question: The kingdom of prokaryotes that can live in extreme environments is dash. Answer: Archaea. Next question: The substance found in the cell walls of bacteria but not archaea is dash. Answer: Peptidoglycan. Next question: Animals with jointed legs like crabs and cockroaches belong to phylum dash. Answer: Arthropoda. Next question: The flexible rod-like structure found in all chordates is called the dash. Answer: Notochord. Next question: The class of vertebrates that include cartilaginous fishes like sharks is dash. Answer: Gondrich thighs. Next question: Animals that have hair or fur and produce milk for their young belong to the class dash. Answer: Mammalia. Next question: A simple plant body that is not differentiated into root, stem, and leaves is called a dash. Answer: Thallus. Next question: The division of plants that first developed vascular tissues are the dash. Answer: Pteridophyta. Question: Plants that have naked seeds not enclosed in a fruit belong to the division dash. Answer: Gymnosperms. Question:
The division that includes all flowering plants is dash. Answer angiosperms. Next question. The protein coat that encloses the genetic material of a virus is called the dash. Answer capsid. Next question. A diagram that shows the evolutionary relationships between organisms is called an dash. Answer evolutionary tree. Next question. The modern technology that uses DNA sequences to identify species is called dash. Answer DNA barcoding. Next question. Sponges are simple aquatic animals belonging to the phylum dash. Answer Porifera. Next question. The group of animals with a soft body often covered by a shell is phylum dash. Answer Mollusca. Next question. The class of vertebrates that are covered in feathers is dash. Answer aves. Next question. Mosses and liverworts belong to the plant division dash. Answer Bryophyta. And last question. An earthworm has a segmented body and belongs to the phylum dash. Answer Annelida. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.